ഇന്ന് പ്രധാനമായിട്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചിരുന്നത് 2013 ലാൻഡ് അക്വിസിഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അതുപോലെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അനുസരിച്ചുകൊണ്ട് ആദിവാസികളുടെ ഭൂമി അവർക്ക് അവകാശപ്പെട്ടത് നൽകുന്നതിലുള്ള പോരായ്മകളെക്കുറിച്ചും അതുപോലെ അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ എവിക്റ്റ് ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനാണ് സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മേധാ പട്കർ അതുപോലെ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെയാണ് ക്ഷണിച്ചിരുന്നത്. കാലത്ത് യോഗം 11 മണിക്കാണ് വെച്ചത്. അപ്പോൾ യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP അംഗങ്ങൾ മേധാ പട്കറെ ഈ യോഗത്തിലേക്ക് വിളിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അവരെ ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചു. അത് യോഗം തുടങ്ങുന്നതിന് മുമ്പാണ്. അവർ രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുള്ള യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ള അടിസ്ഥാനത്തിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനുശേഷം യോഗം ആരംഭിച്ചു. 17 പേരാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്തത്. അതിൽ 17 പേരിൽ 5 പേരാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതായത് മേധാ പട്കർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച സ്റ്റാൻഡിൽ അവരെ നിൽക്കുകയും എന്നാൽ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവരെ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ രേഖപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 5 പേര് ബോയ്ക്കോട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കമ്മിറ്റി ആരംഭിച്ചു. ഈ പറഞ്ഞ എല്ലാ ആളുകളും മേധാ പട്കർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ കമ്മിറ്റി റൂമിലേക്ക് വിളിപ്പിച്ചു. യോഗം ആരംഭിക്കാൻ വേണ്ടി ചെയർമാൻ തയ്യാറായ സമയത്ത് തന്നെ ഒരു കത്ത് വന്നു, ചെയർമാൻ വന്നു. അതായത് കോറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്മിറ്റി കൂടാൻ പാടില്ല എന്ന സ്പീക്കറുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പാണ്. സ്പീക്കർ അറിയിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ കോറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ആ കമ്മിറ്റി പിരിച്ചുവിടാൻ പറയാൻ യാതൊരു തരത്തിലുള്ള അവകാശമില്ല. കാരണം എന്ന് വെച്ചാൽ 22 പേരിൽ 17 പേരും അതിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോറമില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല. കോറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ പിരിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം നമ്മുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉള്ളത്, അതുപോലെ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം പിരിച്ചു വിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു സംഭവം ഇതുവരെ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അസാധാരണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർലമെൻ്ററി സംവിധാനങ്ങൾ എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണെന്ന് കണ്ടത്. അത് സംബന്ധിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. ചെയർമാൻ്റെ ആഭിമുഖ്യത്തിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധം കമ്മിറ്റിയുടേതായിട്ടുള്ളത് സ്പീക്കർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്.